ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എത്രമേൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട് എന്നൊരാത്മപരിശോധന നടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ട പോലെ നമ്മളിൽ ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിന് പ്രതാപമുണ്ടാവില്ല. ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ നേരെ വരണമെങ്കിൽ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ നീ ഒരു ഡോക്ടറാകണം എന്നല്ല, ഒരു IAS കാരനാകണമെന്നല്ല, ഒരു IPS കാരനാകണമെന്നല്ല, ഒരു ഹൈ പ്രൊഫഷണൽ ആകണമെന്നല്ല, ഒരു സയന്റിസ്റ്റ് ആകണമെന്നല്ല. നിങ്ങളുടെ മക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് സ്ഥാപിക്കാൻ കഴിയണം. അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ മക്കളുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്ഥാപിച്ചാൽ പിന്നെ അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, മോനെ ഇങ്ങനെ ആയാൽ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാവില്ല. മതി, അത്ര ആവശ്യം. മോനെ ഇങ്ങനെ സ്വർഗത്തിൽ പോയാൽ എന്ത് കിട്ടും എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം എന്ന മറുപടി മതി. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കുഞ്ഞുപ്രായത്തിലെ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തോട് ചേർത്ത് വെച്ചാൽ അതായിരിക്കും നമ്മുടെ റിമോട്ട് കൺട്രോൾ, അതായിരിക്കും നമ്മുടെ കൺട്രോൾ പോയിന്റ്. അവിടേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയുമോ, ഇന്നത്തെ ആളുകൾ മുഴുവനും, ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായം നല്ലൊരു ശതമാനവും മൂല്യനിർണയം നടത്തുന്നത് സാമ്പത്തികമായി എന്ത് കിട്ടും എന്നാലോചിച്ചിട്ടാണ്. എന്റെ മകൻ ഒരു മുസ്ലിയാരായാൽ എന്ത് കിട്ടും? സൂപ്പർ കാറിൽ കറങ്ങാൻ പറ്റും, എന്നാ മുസ്ലിയാരായിക്കോട്ടെ. കൂടിയ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും, എന്നാ മുസ്ലിയാരായിക്കോട്ടെ. പല പള്ളികളിലും വിദേശ രാജ്യങ്ങളിൽ ഇമാമത്ത് നിന്നാൽ ലക്ഷക്കണക്കിന് സാലറി കിട്ടും, എന്നാൽ ഹാഫിളായിക്കോട്ടെ. ഒരു പാഷനാണ്. നമ്മുടെ പുതിയ കാലത്ത് നമ്മൾ എല്ലാത്തിനെയും സമ്പത്തിന്റെയും ഭൗതിക താല്പര്യങ്ങളുടെയും സ്കെയിൽ കൊണ്ട് അളക്കുകയാണ്. എന്നാൽ എന്റെ മകന് ഈ ലോകത്ത് ദരിദ്രമായ ഒരു ജീവിതം നയിച്ചാലും നാളെ എന്റെ പൊന്നുമോൻ അല്ലാഹുവിന്റെ വീട്ടിൽ, അല്ലാഹുവിന്റെ ഭവനത്തിൽ അമ്പിയാക്കന്മാരുടെ ചാരത്തിരിക്കാൻ പറ്റുന്ന ഒരു മകനായി എന്റെ മകൻ ഒരു ആലിമായാൽ, ഒരു ഹാഫിളായാൽ, എന്റെ മകന് നാളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തിരിക്കാമല്ലോ എന്ന് പൂതി വെച്ച് മക്കളെ ഇൽമിന് വിടുന്ന എത്രയാളുണ്ടെന്നിവിടെ. മതരംഗം പോലും ഭൗതികതയ്ക്ക് അടിപ്പെട്ടുപോയി. മതസ്ഥാപനത്തിലേക്ക് കുട്ടികൾ പഠിക്കാൻ വരണമെങ്കിൽ ആദ്യം IAS എന്നെഴുതിയിട്ട് പ്ലസ് മുത്തവ്വൽ എന്നെഴുതണം. ആദ്യം MBBS എന്നെഴുതിയിട്ട് പിന്നീട് മതബിരുദം എഴുതണം. നമ്മൾ ഏത് ലോകത്ത് ജീവിക്കുന്നു? എന്റെ മകൻ ഭൗതികമായ ഒരു ഡിഗ്രിയും ഇല്ല, അവൻ അല്ലാഹുവിന്റെ ഖുർആൻ അറിയാം, അവൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അറിയാം, അങ്ങനെ അറിയാം എന്ന് വരുമ്പോൾ അവനിൽ ഒരു വലിയ മൂല്യം കാണാൻ പറ്റുന്ന രക്ഷിതാക്കൾ എവിടെ? ആലിമീങ്ങൾ എവിടെ? സാധാരണക്കാരെവിടെ? ഈ ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളെ ഒരു മതസ്ഥാപനത്തിൽ പഠിക്കാൻ ഏൽപ്പിച്ചു. ആ മതസ്ഥാപനത്തിലെ ഒരു ഡിമാൻഡ്, അവൻ SSLC കഴിഞ്ഞ് ദഅവാ കോളേജിലേക്ക് വന്നാൽ
ആദ്യത്തെ കൊല്ലം അവന് +1 പഠിപ്പിക്കൂല, അക്കൊല്ലം അവനെ അറബി ഭാഷ പഠിപ്പിക്കും, അക്കൊല്ലം അവന് ബിദായത്തുൽ ഹിദായ പഠിപ്പിക്കും, അക്കൊല്ലം അവന് തഅലീമുൽ മുതഅല്ലിമ പഠിപ്പിക്കും. അപ്പൊ രക്ഷിതാവ് പറയും, എൻ്റെ മോന്റെ ഒരു കൊല്ലം പോയില്ലേ? ഈ പഠിപ്പിച്ചതൊക്കെയോ? എന്റെ മകന് ഒരു കൊല്ലം കൂടി കിട്ടിയെന്ന് പറയണമെങ്കിൽ അക്കൊല്ലം അവനൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ലെങ്കിൽ അവൻ ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യമായ വിദ്യാഭ്യാസം നേടണം. അപ്പോഴേ അവന് കൊല്ലം കിട്ടി എന്ന് പാപ്പാക്ക് പറയാൻ പറ്റൂ, ഉമ്മാക്ക് പറയാൻ പറ്റൂ. +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം അവൻ കിതാബ് നന്നായി ഓതട്ടെ, ഡിഗ്രി ചെയ്യുന്നതിന് മുമ്പ്. തൽക്കാല കോളേജ് നമ്മൾ സ്കിപ്പാവുക, ഒരു കൊല്ലം വെറുതെ പോകും. ഇതാരാണ് ഈ മൂല്യം ഇടിച്ചു കളഞ്ഞത്? അള്ളാഹുവിന്റെ കലാമിന്റെ സാരങ്ങൾ പഠിക്കുന്നത്, മൂല്യമില്ലെന്ന് കൽപ്പിക്കുന്നതാരാണ്? നമ്മൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളുടെയും ജീവിത വഴികളുടെയും മനോഹരമായ സമീക്ഷ പരിശുദ്ധമായ ഹദീസ് എൻ്റെ മകന്റെ ഓർമ്മയിലേക്ക്, പാരായണത്തിലേക്ക്, പഠനത്തിലേക്ക്, പ്രയോഗത്തിലേക്ക് പകർന്നെടുക്കുന്ന ഒരു പഠന വിഭാഗം എൻ്റെ മകന് കിട്ടുന്നത് മൂല്യമല്ലെന്ന് ചിന്തിക്കുന്നതാരാണ്? ഇതര മതസ്ഥരല്ല, വേറെ ഏതെങ്കിലും ജനവിഭാഗങ്ങളല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ മതത്തിന്റെ പഠനങ്ങൾക്ക് മൂല്യമില്ലാതെ പോയി. നമുക്ക് നമ്മുടെ മഹത്വങ്ങൾക്ക് മഹത്വമില്ലാതെയായി പോയി. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് മതത്തിന്റെ ശരിയായ വിചാരങ്ങൾ വരണം. മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇസ്ലാമിനെ പ്രയോഗിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് മുസ്ലിങ്ങൾ പറയാതെ പറഞ്ഞു പോകുന്നു. ഇസ്ലാം അറിയാത്തത് കൊണ്ട്, ഇസ്ലാം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, ഇസ്ലാമിനെ അനുഭവിക്കാത്തത് കൊണ്ട്, ഇസ്ലാമിനെ അനുഭവിക്കാത്തത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ ശരിയായ നിലയിൽ അറിഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ആരാണെന്നറിയുമോ? നമ്മൾ വിചാരിക്കും പുതിയ കാലത്ത് പണം വേണം, പണമുള്ളവൻ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകഗുരുവായ പുണ്യപ്രവരർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലും മദീനയിലുമായി ജീവിക്കുമ്പോൾ ഒരു ദിവസം അതാ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലൊരു വിരിപ്പ് റെഡിയാക്കി അതിന്റെ കട്ടിയൊന്ന് കൂട്ടി വിരിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കുന്നു, ആയിഷ, ഈ വിരിപ്പിന് കട്ടി കൂടിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? എന്തേ? അപ്പോൾ പറഞ്ഞു, ലോകഗുരുവായ പുണ്യതിങ്കളെ, അവിടുത്തെ റോസാ പുഷ്പം പോലെയുള്ള മനോഹരമായ മേനി, എന്തൊരു ചന്തമാണ് ആ മേനിക്ക്, എന്തൊരു സൗന്ദര്യമാണ് ആ ശരീരത്തിന്. ലോകത്ത് മാർദ്ദവമുള്ള എല്ലാത്തിനേക്കാളും മാർദ്ദവമുള്ള പരിശുദ്ധമായ മേനിയുടെ ഉടമയായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുന്ദരിയായ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടുത്തേക്ക് കിടക്കാൻ വേണ്ടി ഞാൻ തയ്യാർ ചെയ്ത വിരിപ്പാണ്. ഇനി മുതൽ ഒരു 2 മടക്കുള്ള കിടക്കയിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചതാണ്. വേണ്ട, എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ട. അങ്ങനെ പല പ്രാവശ്യവും ആയിഷ റളിയല്ലാഹു അൻഹ ജീവിതത്തിന്റെ ലാളിത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, എനിക്ക് വേണമെങ്കിൽ ഈ കാണുന്ന മലകൾ സ്വർണമായി എന്റെ കൂടെ സഞ്ചരിക്കും ആയിഷ.
പക്ഷേ എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, ഞാൻ വേണ്ടാത്തത് കൊണ്ട് മാറ്റിവെച്ചതാണ്. ഒരിക്കൽ മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി, സ്വലാത്ത് ഉണ്ടാവണം. ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കണില്ല, കുറച്ചു നേരം പറഞ്ഞാൽ മതി. സ്വലാത്ത് ആ സമയത്ത് ചൊല്ലിയാൽ അതേ ഉള്ളൂ നമുക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഖഭാവം കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ മുഖഭാവം മാറിയിട്ടുണ്ടല്ലോ, ഒരു ക്ഷീണം കാണുന്നു. പറഞ്ഞു, മോനെ, ദിവസങ്ങളായി വയറ്റിലേക്കൊന്നും ചെന്നിട്ടില്ല, ദിവസങ്ങളായി ഒരു ജീവി കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടുള്ള ക്ഷീണമാണ്, വേറെ ഒന്നുമില്ല. ഞാൻ ഈ ലോകത്ത് നിന്ന് എന്തെങ്കിലും കരുതി പോകാൻ വന്നയാളല്ല. അതുകൊണ്ടാണ് മദീനയിൽ ഒരു കൊട്ടാരമില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. യമനിൽ ചെന്ന് നോക്കിയാൽ സാബാ രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടം കാണാം. ഈജിപ്തിൽ പോയി നോക്കിയാൽ ഫറോവയുടെ കൊട്ടാരം കാണാം. അതുപോലെ റോമിന്റെയും കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ലോകത്തിന്നുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിനു മുമ്പും ഒരുപാട് രാജാക്കന്മാർ കൊട്ടാരങ്ങളിൽ വാണിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിക്കുമ്പോൾ അവിടത്തേക്ക് വേണ്ടി ഒരു കൊട്ടാരമില്ല. അവിടുന്ന് താമസിച്ച വീട് എന്നും അവിടുന്ന് താമസിക്കുന്ന വീട് തന്നെയാണ്. നമ്മൾ മദീനത്ത് ചെന്ന് മദീനത്തെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര ഭവനം ഈ സ്റ്റേജിനേക്കാൾ അല്പം കൂടി വലിപ്പമല്ലേ ഉള്ളൂ. ആ അത്രയും മാത്രം വലിപ്പമുള്ള സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പത്നിയായ ആയിഷ ഉമ്മയോടൊപ്പം ജീവിച്ച ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഇപ്പോഴും പുണ്യഭൂമേനി കിടക്കുന്നത്. അവിടുത്തേക്ക് സലാം പറയാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന സ്ഥലം ആ വീടിന്റെ ഭാഗമല്ല, അത് ഹഫ്സ ബീവിയുടെ വീടിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫായി ഇന്ന് കെട്ടിത്തിരിച്ചിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും ആയിഷ ഉമ്മയുടെ വീട് മാത്രമല്ല, അതിന്റെ പിൻഭാഗത്തുള്ള കുറച്ചു ഭാഗം ഫാത്തിമ ബീവിയുടെ വീട് കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എത്ര ചുരുങ്ങിയ സ്ഥലത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. കൊട്ടാരം വേണ്ടായിട്ടല്ല, വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂല്യങ്ങളെ പഠിപ്പിച്ചു. ഇവിടെയുള്ള സ്വത്തും സൗകര്യങ്ങളുമല്ല, അതെല്ലാം നാളെ നശിച്ചു പോകും. മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ, എല്ലാം നശിച്ചു പോകും. ശേഷിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അവിടെ ഞാനാണ് രാജാവ്, എന്നേക്കുമുള്ള വീട്ടിലെ രാജാവ് ഞാനാണ്. അവിടെ കൊട്ടാരത്തിൽ ഞാനാണ്, അവിടെ സപ്രപഞ്ചത്തിൽ ഞാനാണ്. എന്നുമെന്നും നിൽക്കുന്ന വീട് പണിയാൻ വേണ്ടിയാണ് 4 ദിവസം കൊണ്ട് അവസാനിക്കുന്ന കൊട്ടാരം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ജീവിതം നയിച്ചത്. ആ ഒരു മൂല്യം അറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുന്നത്. മൂല്യത്തെ അറിയണം. നമ്മളെല്ലാവരും ഇന്ന് വില കൽപ്പിക്കണമെങ്കിൽ സമ്പത്തിന് മാത്രമേ നമ്മുടെ മുമ്പിൽ ഇന്ന് വിലയുള്ളൂ. സമ്പത്തിന് മാത്രമേ ഇന്ന് വിലയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
നിങ്ങളെല്ലാവരും നാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് എനിക്ക് പേടിയില്ല. ലാ അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ ബഅദി. എനിക്കു ശേഷം നിങ്ങളെല്ലാവരും ബഹുദൈവാരാധകരാകും എന്ന പേടി എനിക്കില്ല. പിന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പേടിയേ ഉള്ളൂ. ആ പേടി എന്താണ്? നിങ്ങളെല്ലാവരും ഭൗതികതയുടെ പ്രണയത്തിലേക്ക് വീണുപോകും. ഈ ലോകത്തെ സ്വത്തിന്റെ അടിമകളായി നിങ്ങൾ മാറും. സമ്പത്തിന് മാത്രം മൂല്യമുള്ള ഒരു കാലത്തേക്ക് നിങ്ങൾ വരും. മൂല്യങ്ങൾക്ക് മൂല്യമില്ല, സമ്പത്തിന് മാത്രമേ വിലയുള്ളൂ എന്ന ഒരു കാലത്തേക്ക് നിങ്ങൾ വരും. അതാണ് എനിക്ക് പേടി. അന്ന് നിങ്ങളെ ആർക്കും വേണ്ടി വരില്ല. അന്ന് നിങ്ങളുടെ വാക്കിന് സ്വരമുണ്ടാവില്ല. അത് നിങ്ങളുടെ ഇടപെടലുകൾക്ക് ഊക്കുണ്ടാവില്ല. ഇന്നലകളിൽ സാമ്രാജ്യങ്ങളെ ഞെട്ടിത്തെരിപ്പിച്ചത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേഷഭൂഷാദികളല്ല അന്നത്തെ സാമ്രാജ്യങ്ങളെ വിറപ്പിച്ചു കളഞ്ഞത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്റെ പ്രൗഢിയല്ല അങ്ങ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരേ വെച്ചുകൊണ്ട് പാത്രിയാർക്കീസുമാരെ ഞെട്ടിത്തെരിപ്പിച്ചത്. അതാ ഫഖീറായ ഒരാൾ തന്റെ പരിചാരകനെ വാഹനത്തിന്റെ മേലെ ഇരുത്തിയിട്ട് കടിഞ്ഞാണ് പിടിച്ചു വരുമ്പോൾ ആ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളെ അന്നത്തെ ക്രൈസ്തവ ലോകം മുഴുവനും പേടിക്കുകയാണ്. വേഷഭൂഷാദികൾ കൊണ്ടല്ല, ജാടകൾ കൊണ്ടല്ല, ഏതെങ്കിലും ആഠ്യത്വം കൊണ്ടല്ല, ഏതെങ്കിലും തമ്പുരാന്റെ ഭാവം കൊണ്ടല്ല. ഉള്ളിന്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്ന ഈമാനിന്റെയും ജീവിതത്തിൽ മുഴുവനും നിഴലിച്ചു നിന്ന നബി സ്നേഹത്തിന്റെയും ഉജ്ജ്വലമായ ഇടപെടലാണ് ലോകത്തെ സാമ്രാട്ടുക്കളെ മുഴുവനും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചത്. നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് വിജയിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ, നമുക്ക് അതിജീവനം ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഭാഷ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക്. കാലം അത്രമേൽ ഭൗതികതയിലേക്ക് പോയിരിക്കുന്നു. അരുതേ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ പോലും സമയമില്ലാത്ത കാട്ടാളന്മാരുടെ കാലത്ത് ഫലസ്തീനിലെ പാവപ്പെട്ട 10,000-ങ്ങളെ അരുങ്കൊല ചെയ്ത് കളയുമ്പോ അരുതടാ എന്ന് പറയാൻ ഒരു ശബ്ദമില്ലാത്ത കാലത്ത് മൂല്യങ്ങളെ കുറിച്ച് പറയുന്നവരെ കേൾക്കാൻ ആളുണ്ടാവില്ല. ശരികളെ കുറിച്ച് പറയുന്നവരെ കേൾക്കാൻ ആളുണ്ടാവില്ല. ഇത്തരമൊരു കാലത്താണ് ശരിക്കു വേണ്ടിയുള്ള സ്വരം ആയുധമാകുന്നത്. ഇത്തരമൊരു കാലത്താണ് അരുതേ എന്ന് പറയാനുള്ള വാക്കുകൾ വലിയ വലിയ മാരകമായ ശക്തിയുള്ള പ്രതിരോധമാകുന്നത്. ഇക്കാലത്ത് ഈ ലോകത്തെ പിശാചുക്കളോട് അരുതടാന്ന് പറയാൻ ശക്തിയുള്ള ഒരു ഭരണാധികാരിയില്ല എന്നത് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ്. ഇസ്രയേലിന്റെ പിശാചുക്കളോട് അരുതടാ ഈ കുരുന്നുകളെ കൊന്നുകളയരുതെന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള ഒരു ശബ്ദമില്ല എന്നത് ലോകരാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ്. ലോകരാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ്. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല? അതുപോലെയാണ് ഭൗതികതയിൽ ഭ്രമിച്ച് സുഖാഡംബരങ്ങളോട് ലയിച്ചു ചേർന്ന് ആർത്തനാദങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക്, ഹലോ, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ഇത് മായയാണ്, അപ്പുറത്തുണ്ട് ശരിയെന്ന് പറഞ്ഞാൽ ഇയാൾ ഭ്രാന്തനാണെന്ന് തിരിച്ചു വിളിച്ചു പറയും. ഇക്കാലത്തും ഇതേ പ്രസംഗിക്കാനുള്ളോ? ഇക്കാലത്തും ഇതേ പറയാനുള്ളോ? ഇപ്പോഴും ഇതൊക്കെയോ നിങ്ങൾക്കുള്ളോ എന്ന് ചോദിക്കുന്ന ഒരു ജനതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സമൂലമായ ഒരു മാറ്റം, കരണീയമായ ഒരു ഭാവി, ശുഭകരമായ ഒരു നാളെ, മോക്ഷങ്ങളുള്ള ഒരു പ്രഭാതം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരണം. പണവും പ്രതാപവും സൗകര്യങ്ങളും
അനുവദിക്കപ്പെട്ടതൊക്കെ ആകാം. പക്ഷേ അതാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. എന്റെ മകൻ അവൻ അല്ലാഹുവിന്റെ കലാമറിഞ്ഞ് അതിന്റെ ആശയമറിഞ്ഞുകൊണ്ട് പഠിച്ച് പാരായണം ചെയ്ത് ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു മകനുണ്ടായാൽ അവനൊരു ഓലക്കുടിലിൽ താമസിച്ചാലും അവന് മൂല്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം. അറിയുമോ, മഹാനരായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോലും ഉപജീവനം തേടി ഒരു ജോലിക്ക് പോയില്ല. ഒരു ദിവസം പോലും വാപ്പാനെയും ഉമ്മാനെയും പോറ്റാൻ വേണ്ടി പണിയെടുത്തില്ല. ഒരു ദിവസം പോലും എവിടെങ്കിലും പോയി ജോലി ചെയ്ത് ശമ്പളം കൊണ്ടുവന്ന വാപ്പാനെ ഉമ്മാനെ പോറ്റാൻ പോയില്ല. ആ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഖുർആനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനും സേവനം ചെയ്തുകൊണ്ട് അറിവിന്റെ ചക്രവാളത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ പാചകം ചെയ്ത് ഉപ്പ കൊണ്ടക്കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് പള്ളിയിൽ ഇരുന്ന് കിതാബ് എഴുതി മുസല്ലയിൽ വന്ന് നിസ്കരിച്ച് മക്കത്ത് വന്ന് ഉംറ ചെയ്ത് ആ ജീവിതം മുഴുവനും അറിവിന് ചെലവഴിച്ചപ്പോൾ അൽ ഖുത്ബ് അൽ ഇമാം അൻ-നവവി ലോകാവസാനം വരെയും ഈ ലോകത്തിന് ദിശ കാണിക്കുന്ന വലിയൊരു പണ്ഡിതനായി മാറി. ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ ഇടയിൽ കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇമാം നവവി തങ്ങൾ എഴുതിയ വരികൾ വായിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ. അങ്ങ് ജാമിഅ സഅദിയ്യ മുതൽ കേരളത്തിലുള്ള മുഴുവൻ മതസംഘടനകളുടെയും മതസ്ഥാപനത്തിൽ ഇമാം നവവി തങ്ങളുടെ ഒരു കിതാബെങ്കിലും പഠിപ്പിക്കപ്പെടാത്ത സ്ഥാപനമുണ്ടാവൂല.